ഹായ് നിൽക്കും ബ്രോ. ബ്രോ എനിക്കൊരു അടിപൊളി വണ്ടി വേണം. സെഡാൻ ആയിരിക്കണം, റീസെയിൽ വാല്യൂ വേണം, അത്യാവശ്യം മോഡൽ വേണം. ഏതാ മോഡലുള്ള? മോഡൽ വേണം, സെഡാൻ വേണം, അത്യാവശ്യം റീസെയിൽ വാല്യൂ വേണം. കാണിച്ചു തരാം ബ്രോ. ഇതാ ഞാൻ പറഞ്ഞോണ്ട് എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, നല്ല കിട്ടു വണ്ടി. മാരുതിയുടെ വണ്ടിയാണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. 2022 മോഡലാണ്. മോഡലുണ്ട് 2022 മോഡലാണ്. സീറ്റ എന്ന് പറഞ്ഞ പേരുണ്ട്. അതായത് അത്യാവശ്യം ഡേലൈറ്റ് ഉണ്ട്, പ്രൊജക്ടർ ഉണ്ട്, പുഷ്പട സ്റ്റാർട്ടിംഗ് ഉണ്ട്, ABS, എയർ ബാഗ്, ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതുപോലെ 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. അതായത് ഇതിന് വേറൊരു പ്രത്യേകത തന്നെ അറിയോ? ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. അതായത് വാറണ്ടി ഉണ്ട്, ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്, സീറ്റ് കവറിന് വാറണ്ടി ഉണ്ട്. 2 കൊല്ലം സീറ്റ് കവറിന് വാറണ്ടി കിടക്കുക. അപ്പൊ ഇന്ത്യയിലൊക്കെ നിങ്ങൾ നോക്കി നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വണ്ടി ഒരൊന്നും പറയാനില്ല, ധൈര്യമായിട്ട് ബ്രോയ്ക്ക് എടുക്കാനുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 2022 വണ്ടിയാണ്. സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എനിക്ക് സ്പെഷ്യൽ റേറ്റിൽ എങ്ങനെ തരാം ബ്രോയ്ക്ക്? സ്പെഷ്യൽ ആയിട്ട് 8,60,000 രൂപയ്ക്ക് എന്നേക്കാം. 60,000 രൂപ ബ്രോ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു 3 ദിവസം കഴിഞ്ഞ് ഇറക്കിക്കൊണ്ട് പോകും. 8 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. 8 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. 60,000 രൂപ ബ്രോയ്ക്ക്. എന്തോ ക്ലെയിം ഒന്നും ഒരു ക്ലെയിമും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഈ കാണുന്ന ഒരു ബമ്പറൊക്കെ അറിയാലോ, അതേ ഉള്ളൂ. മേജറായിട്ട് ഒരു സംഭവങ്ങളും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോ നേരെ ഇങ്ങോട്ട് പോകുന്നേരം. വാറണ്ടി ഉള്ള വണ്ടിയല്ലേ? എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയല്ലേ? എന്താ ബ്രോയ്ക്ക് പേടിക്കാനുള്ളത്? പേടിക്കണ്ടല്ലോ, ഒന്നും പേടിക്കണം. 40,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ. അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്താലോ? തീർച്ചയായിട്ടും പ്രൊസീഡ് ചെയ്തേക്കാം. ഓക്കെ. ഇതുപോലെയുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള യൂസ്ഡ് കാർ നോക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കൂടെ പറയാൻ മറക്കരുത്. ചൂടെ കാറ്റലോഗ് നമ്പർ ഉണ്ട്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.